ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന സന്തോഷ വാർത്തകൾ എന്ന് നോക്കാം. എന്ത് സന്തോഷ വാർത്തകളാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്? ഏസ് ഓഫ് കോയിൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇത് ചാരിയട്ട് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സ്, Eight of Cups, The Empress വന്നിട്ടുണ്ട്. Six of Swords, Princess of Swords, അതായത് Queen of Swords, Four of Swords, The Fool, Two of Coins. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. എന്ത് സന്തോഷ വാർത്തയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? പൊളിറ്റിക്സ്, ട്രാവലിംഗ്, അബണ്ടൻസ്. പിന്നെന്ത് വേണം? അബണ്ടൻസിൻ്റെ എനർജി ഉണ്ടല്ലോ ധാരാളമായിട്ട്. റിസപ്റ്റിവിറ്റിയാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആരിലോട്ടൊക്കെയോ ഇവിടെ കണ്ടില്ലേ, നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. കണ്ടോ, നിങ്ങളിലേക്കിത് ആകർഷിക്കപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് വിഷമിച്ചിരിക്കുന്നവർക്ക്, ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി, ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അത് സാധ്യമാക്കാനുള്ള എനർജിയാണോ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളിലേക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി കണക്റ്റ് ആവുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഏത് രാജ്യങ്ങളിൽ നിന്നായാൽ പോലും, എവിടെ നിന്നെങ്കിലും, ചിലപ്പോൾ ദൂരെ നിന്നാവാം, അടുത്തു നിന്നാവാം, എവിടെ നിന്നായാലും വളരെയധികം സന്തോഷകരമായ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികമാകാം, എന്തുമാകാം. അങ്ങനെയുള്ള ഒരു എനർജിയാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ കണക്റ്റ് ആവുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കത് സന്തോഷമുള്ള ഒരു എനർജി തന്നെയാണ് എന്ന് കാണുന്നു. ഏസ് ഓഫ് കോയിൻസ് ആണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്.
പെൻഡക്കിൾ ഇവിടെ എർത്ത് സൈനാണ്, ടോറസ് വർഗ്ഗ ക്യാപ്രിക്കോൺ എനർജി. സമ്പത്തിൻ്റെതായ ഒരു തുടക്കമാണ്, സാമ്പത്തികത്തിൻ്റെ ഒരു വരുമാനം, സ്രോതസ്സുകൾ, പലതരത്തിലുള്ള സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ്. കാരണം ഇവിടെ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ചിലപ്പോൾ യാത്ര പോകാനോ അല്ല എങ്കിൽ അവിടെ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയോ ദൂര രാജ്യങ്ങളിലേക്ക് പോകാനോ എന്തിനൊക്കെയോ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള സാധ്യത നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞതും. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികത്തിൻ്റെ ഒരു എനർജി, പെൻഡക്കിൾ എർത്ത് സൈനാണ്, ടോറസ് വർഗ്ഗ ക്യാപ്രിക്കോൺ എനർജി, സാമ്പത്തികത്തിൻ്റെ തുടക്കമാണ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ നിങ്ങൾ ഫുൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല തുടക്കം വരുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ തുടക്കത്തിൻ്റേതാണ് ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. കണ്ടില്ലേ, അബണ്ടൻസ്, ട്രാവലിംഗ്, ഇതൊക്കെ നല്ല ഒരു ലൈഫിൻ്റെ തുടക്കത്തിലേക്കാണ് എംപ്രസ് പറയുന്നതും. അതുതന്നെയാണ് സന്തോഷകരമായ എനർജി നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നതായിട്ട് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചാരിയറ്റ് പറയുന്നത് അത് തന്നെയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ തുടക്കം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു സക്സസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ പല കാര്യങ്ങളിലും, ഇപ്പോൾ ചാരിയറ്റ് എന്ന് പറയുമ്പോൾ മേജർ അർക്കാന കാർഡാണിത്, 7 കേതുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള കാർഡാണ്. യാത്ര, ഒരുപാട് യാത്രകൾ ചെയ്യാൻ പോകുന്നു നിങ്ങൾ. യാത്രകൾ നിങ്ങളുടേത് സഫലമാകുന്നു, നിങ്ങൾ നല്ലൊരു സമയമാണ് നിങ്ങളുടേത് എന്ന് തന്നെയാണ് കാണുന്നത്. സന്തോഷകരമായ എനർജിയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ പാസ്സാകുന്നത്, അല്ലെങ്കിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇവിടെ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, അത് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു ധൈര്യവും മനോബലവും ഒക്കെ നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ ദൈവാനുഗ്രഹം നല്ലതുപോലെയുണ്ട്. വിഷ്ണു ഭക്തരാവാം, ശിവഭക്തരാവാം, അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഒരുപാട് എനർജി ഇവിടെ കടന്നു വരുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. കാരണം ആഗ്രഹ സഫലീകരണമാണ്, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വാഹനം വാങ്ങിക്കാനുള്ള എനർജി, വാഹനങ്ങൾക്ക് ലൈസൻസ് എടുക്കാനുള്ള എനർജി, എന്തൊക്കെയോ നിങ്ങൾക്ക് പുതിയതായി പഠിക്കാനുള്ള എനർജി, അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള, നിങ്ങൾക്ക് ഉന്മേഷം തരുന്ന, ഉത്സാഹം തരുന്ന, മുന്നോട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തെ കൂടുതലാക്കി കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൺസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ആരോ നിങ്ങളിലേക്ക്, നിങ്ങളെ കണ്ടിഷ്ടപ്പെട്ടിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം ആവേശത്തോടുകൂടെ വരുന്ന ചില എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ വളരെയധികം ആവേശത്തോടെന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നാവാം, അല്ലെങ്കിൽ വേറെ ദൂരെ നിന്നാവാം, എവിടെ നിന്നൊക്കെയോ നിങ്ങളിലേക്ക് വളരെ ആവേശത്തോടു കൂടി നിങ്ങളെ കണ്ടിഷ്ടപ്പെടുക, നിങ്ങളുടെ ആ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങളുമായിട്ട് അട്രാക്റ്റ് ആയിട്ട് ഒരു നല്ല എനർജിയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് മെസ്സേജ് വരാനോ കാൾ വരാനോ ഒക്കെയുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 8 ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ എനർജിയാണിത്. വിട്ടുപോയിരിക്കുകയാണ്, എന്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു, നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംസാരിച്ചിട്ട് നല്ല ആർഗ്യുമെൻ്റ് ഉണ്ടാകുക, അത് ഈഗോ കാരണമാകാം, അത് എന്തുമല്ല എങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തമാകാം, എങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിലുള്ള സംസാരം, ഈ സംസാരത്തിൽ നിന്നും കപ്പിൾസ് തമ്മിലാവാം, ലവേഴ്സ് തമ്മിലാവാം, അങ്ങനെ ഉള്ള ഒരു സംസാരം ഉണ്ടായിട്ട്, അല്ല സിംഗിൾസ് ആണെങ്കിൽ തന്നെ മറ്റുള്ളവരോടും ആകാം, അങ്ങനെയുള്ള സംസാരം ഉണ്ടായിട്ട് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇത് കുറച്ച് നാൾ നിലനിന്നിട്ട് തിരിച്ചു വരികയും ചെയ്യും എന്ന് തന്നെ കാണാം. കാരണം ഇവിടെ എംപ്രസ്സാണ് പിന്നീട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോയ വ്യക്തികൾ തിരിച്ചു വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ വാൺസ് വന്നിട്ടുണ്ട്. വാൺസ് ഫയർ സൈനാണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇവിടെ ഈ 8 ഓഫ് കപ്പിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാരുടെ മരണമുണ്ടാകാം, അത് നിമിത്തം നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയും ആകാം. അതുവഴി നിങ്ങൾ ഇനി ഒരു ലൈഫ് വേണ്ട എന്ന് കരുതിയിട്ട് സ്പിരിച്വലി കണക്റ്റ് ആവുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ചില ആൾക്കാരുടെ എനർജി കാണുന്നത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജീവിതമേ വേണ്ട, എനിക്കിനി ജീവിതമേ വേണ്ട,
ഞാൻ മടുത്തു, ഈ ഒരു ലൈഫ് ഞാൻ മടുത്തു, എനിക്കിനി ജീവിക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകുന്ന എനർജിയുണ്ട്. ഈ ഒരു കണക്ഷൻ വിട്ടിട്ട് പോകുന്ന എനർജിയും ഉണ്ട്. തൽക്കാലത്തേക്ക് ഒരു ബ്രേക്കപ്പിലേക്ക് പോകുന്ന എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്കപ്പിലേക്ക് പോവുക അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോകുന്ന ആൾക്കാർ വീണ്ടും ഇവിടെ തിരിച്ചു വരുന്നുണ്ട്. എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ വളരെ നല്ല സുന്ദരമായ ഒരു ലൈഫിലേക്ക് വീണ്ടും പോകാൻ സാധിക്കുന്നു. കണ്ടില്ലേ, വളരെ സുന്ദരമായ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ എംപ്രസിൻ്റെ ലൈഫ് എത്രമാത്രമാണ്, വളരെ വളരെ സ്നേഹം നിറഞ്ഞ ഒരു എനർജിയാണ് എംപ്രസ് പ്രദാനം ചെയ്യുന്നത്. ഈ ഒരു സ്നേഹം നിറഞ്ഞ എനർജി മറ്റുള്ളവർ ആകർഷിച്ചു വരുന്നുണ്ട്. മറ്റുള്ളവർക്ക് അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ്. കാരണം അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ സഹായം, ഹെൽപ്പിന് വേണ്ടി നിങ്ങൾ പോകുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആശ്രയിച്ച് മറ്റ് പലരും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത, നിങ്ങളുടെ ഉപദേശം കേൾക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം കേട്ട് ഇഷ്ടപ്പെട്ട് കുറച്ച് സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയുള്ള എനർജിയും ഇവിടെയാവാം. അത് വളരെയധികം നിങ്ങൾക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന, ഉന്മേഷത്തെ, ഉല്ലാസത്തെ ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണ്? ഇവിടെ വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ്. വിവാഹം നടക്കാനുള്ള സാധ്യതയാണ്. ഇവിടെ ജോലി ലഭിക്കാനുള്ള സാധ്യത, മറ്റുള്ളവരിൽ നിന്നും ആദരവ്, പ്രശംസ ഒക്കെ നേടാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ലൈഫ് മുന്നോട്ട് വളരെ സന്തോഷത്തോടു കൂടി പോകാൻ സാധിക്കും എന്ന് തന്നെ പറയാം. എംപ്രസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എംപ്രസ് ആരാണെന്ന് അറിയാമല്ലോ. അത്രമാത്രം നല്ലൊരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നല്ലൊരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നത്? അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 6 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളിലുള്ള നെഗറ്റിവിറ്റി എല്ലാം മാറിയിട്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോവുകയാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഒഴിഞ്ഞിട്ട് മറ്റൊരു വീട്ടിലേക്ക് താമസത്തിന് പോകാം. കാരണം നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചിരുന്ന ഒരുപാട് കഷ്ടതകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം കടന്നു പോകും, ഇതും കടന്നു പോകും എന്ന് പറയുന്നത് പോലെയാണ്. കഷ്ടതകൾ, ദുരിതങ്ങൾ കുറേ നാളുകൾ കൊണ്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം കുടുംബസഹിതം. അപ്പോൾ ഈ കുടുംബസഹിതം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവാം കുറേ കാലം കൊണ്ട് ഇങ്ങനെ ദുരിതം. ചിലപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള എനർജി ആവാം ഇതിന് കാരണമുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ തന്നെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ദുരിതവും കഷ്ടതകളും ഒക്കെ അനുഭവിക്കുന്നതെന്ന്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കൊന്ന് മാറാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നു. അങ്ങനെ നിങ്ങൾ ആ ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ മറ്റൊരു എനർജിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അത്രമാത്രം നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നു. അതുതന്നെ നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ പ്രിൻസസ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്നു, കാര്യങ്ങളുടെ ക്ലാരിറ്റി ലഭിക്കുന്നു. ഈ ഒരു നെഗറ്റിവിറ്റിയിൽ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിനും നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കില്ല, ക്ലാരിറ്റി ലഭിക്കില്ല, അല്ലേ? അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ നല്ല ഒരു ഫ്രീഡമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഇവിടെ അബണ്ടൻസ് വന്നിട്ടുണ്ട്, കണ്ടില്ല? ഈ ഒരു അബണ്ടൻസ് നിങ്ങളെ ഫ്രീഡത്തിലേക്ക് നയിക്കും. അതുവഴി നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല, അങ്ങനെ പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു ഉപദേശം നിങ്ങൾക്ക് മറ്റുള്ളവരുടേത് കേട്ട് മുന്നോട്ട് പോകേണ്ടതായ ആവശ്യം വരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കതൊരു സന്തോഷമല്ലേ? സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ്, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ്, അവിടെ നിന്ന് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് കിട്ടുന്നത് തന്നെ ഏറ്റവും ഭാഗ്യമാണ് എന്ന് തന്നെ കാണുന്നുണ്ട്. ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അത്. കാരണം ഇവിടെ 4 ഓഫ് സോഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ പല ആൾക്കാരും ഇവിടെ കുറച്ചൊക്കെ ഓവർ തിങ്കിങ്ങിലാണെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അമിതമായി ജോലി ചെയ്തിട്ട് അതിൻ്റേതായ വിശ്രമം എടുക്കുന്ന ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. അമിതമായ ജോലി ചെയ്തിട്ട് തന്നെ വേണമെങ്കിൽ വിശ്രമിക്കാം. ഇവിടെ വിശ്രമിച്ചിട്ട് വീണ്ടും ഒരു ജോലിയിലേക്ക് പോവുകയാവാം. അല്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അനാരോഗ്യകരമായ അവസ്ഥയിൽ നിന്നും നിങ്ങളൊന്ന് മോചനം നേടുന്ന ഒരു അവസ്ഥയും ഇവിടെയാകാം. അപ്പോൾ സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പിന്നീട് ഫൂളാണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഓവർ തിങ്കിങ് കഴിഞ്ഞിട്ട് എന്തിനാണ്? ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ് വേണ്ട. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കതുപോലെ തന്നെ ക്ഷമയോടുകൂടി എന്ത് വന്നാലും നിങ്ങൾ നിങ്ങളുടെ സോളിന് വേണ്ടി ചെയ്യുക.
എന്തും വന്നോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞു എങ്കിൽ, അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ, നിങ്ങളുടെ സോളിൻ്റെ തൃപ്തിക്ക് വേണ്ടി വേണം നിങ്ങൾ ചെയ്യാൻ ഏത് പ്രവൃത്തിയും. അപ്പോൾ അങ്ങനെ ക്ഷമയോടുകൂടി അപ്പോൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക, ഓവർ തിങ്കിങ്ങിൻ്റെ ആവശ്യം ഇല്ല. അങ്ങനെ ക്ഷമയോടുകൂടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ലഭിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, പുതിയൊരു തുടക്കം വരും നിങ്ങൾക്ക്. ആരെയെങ്കിലും ബോധ്യപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടി വരരുത്. മറ്റുള്ളവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ ഒന്നും ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനുള്ള തൃപ്തിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത്, മറ്റില്ലേ? മനസ്സിലായില്ലേ? അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യാൻ പോകരുത്. ഇത്ര കാലം നിങ്ങൾ ചെയ്തു, അതിൻ്റേതായിട്ടുള്ള ഫലം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഫ്രീഡം അനുഭവിച്ചു കഴിഞ്ഞ് ഫ്രീഡം നിങ്ങളിലേക്ക് വരുത്തുക. നിങ്ങൾ ഇനിയെങ്കിലും സ്വതന്ത്രരാവുക. മറ്റുള്ളവരുടെ കേട്ട് മുന്നോട്ട് പോകാതിരിക്കുക. ആവശ്യത്തിന് കേൾക്കണം, അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അനുസരിക്കുക, അത് മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈഫായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്നാൽ തന്നെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കേണ്ട കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫൂൾ വന്നിട്ടുണ്ട്. പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പുതിയൊരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ പോയതുകൊണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ അറിയാൻ കഴിയുമ്പോഴാണ് ഒരു പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത്. പുതിയൊരു സ്റ്റാർട്ടിങ് ഒരു ലൈഫിൻ്റെ നിങ്ങൾക്ക് വരാൻ പോകുന്നു. അത് വളരെയധികം സന്തോഷകരമായ ഒരു അവസ്ഥയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തോടു കൂടി, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൊളിറ്റിക്സ് കണ്ടില്ലേ, ഇവിടെ മുഖം മൂടി അണിഞ്ഞ് സംസാരിക്കുന്നവരുണ്ടാകും. ഇപ്പോൾ ഇനിയും അതിൻ്റെ ആവശ്യമില്ല, അത് മാറ്റിക്കളയാം എന്ന് തോന്നുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. അതുപോലെ 2 ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ വീട് വയ്ക്കാനോ ഒക്കെയുള്ള എനർജി ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആണെന്ന് കാണുന്നുണ്ട്. എന്ത് വേണം, എങ്ങനെ വേണം, സാമ്പത്തികം കുറച്ച് കയ്യിലുണ്ട്, അതുകൊണ്ട് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ അത് വരാനുണ്ട്, ജഗ്ലിംഗ് ആണ്. ചിലപ്പോൾ ഇല്ലായ്മയുടേതായ പ്രശ്നമുണ്ടായിരിക്കാം. പക്ഷേ ചില കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കണോ എന്നുള്ള ചിന്തയിൽ മുഴുകി കഴിയുന്ന ഒരു എനർജിയും ഇവിടെയുണ്ട്. അതുപോലെ ട്രാവലിംഗ് ആണ്, യാത്ര ചെയ്യാനുള്ള എനർജി, വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള യാത്ര. ഇവിടെ അബണ്ടൻസ് വരുന്നുണ്ട്, കണ്ടില്ലേ? അബണ്ടൻസ് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വരാം. ചിലപ്പോൾ പോകുന്ന യാത്രയിൽ നിങ്ങൾക്ക് അബണ്ടൻസിന് വേണ്ടിയാവാം. സമൃദ്ധി, എന്തിൻ്റെ സമൃദ്ധിയാണ്? സ്നേഹത്തിൻ്റെ സമൃദ്ധിയാവാം, കഴിക്കാനുള്ള ഫുഡിൻ്റെ സമൃദ്ധിയാവാം, അഥവാ അല്ല എങ്കിൽ സാമ്പത്തികത്തിൻ്റെ ഒരു സമൃദ്ധിയും ആവാം. ഇവിടെ എല്ലാം കൊണ്ടും നിങ്ങളിലേക്ക് അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത് എന്ന് തന്നെ കാണുന്നുണ്ട്. ട്രാവലിങ്, പലരും ഇവിടെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ യാത്രയുടെ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു എന്ന് തന്നെ പറയാം. ഇവിടെ അതുപോലെ തന്നെ ചാരിയട്ട് വന്നിരിക്കുന്നത് എന്തിനാണ്? ഈ ചാരിയട്ട് തന്നെ, ഈ ഒരു യാത്ര തന്നെ നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയാണ്. ഇവിടെ അബണ്ടൻസ് വരുന്നുണ്ട്. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് അബണ്ടൻസ് വരാനുള്ള സാധ്യതയാണ്. കാരണം ഈ യാത്ര ഇവിടെ നിങ്ങൾക്ക് സാക്ഷാത്കാരം നൽകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ ഈ യാത്ര കൊണ്ട് സാധിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം സന്തോഷം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.